അതുകൊണ്ടാണല്ലോ പൂർവികന്മാരുടെയും അല്ലെങ്കിൽ എൻ്റെ പൂർവ്വപിതാക്കളുടെയും മാഹാത്മ്യത്തെ പറ്റി ഞാൻ പറയണത്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്ത കാര്യം എന്തുകൊണ്ട് ചെയ്തു എന്ന് എനിക്ക് പറയാൻ സാധിച്ചാൽ, കാരണം ഇപ്പം ചെയ്ത കാര്യത്തിലാണല്ലോ സംശയം, ഇപ്പം ചെയ്ത കാര്യമാണല്ലോ ചോദ്യം ചെയ്യപ്പെട്ടത്. മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് ചോദ്യം ചെയ്യപ്പെട്ടതെങ്കിൽ അത് എനിക്കറിയില്ല. അല്ലെങ്കിൽ എൻ്റെ പൂർവികന്മാർ ചെയ്ത മാഹാത്മ്യത്തിന് മറ്റുള്ളവർ എന്ത് ചെയ്തു കൊടുത്തു എന്നുള്ള കാര്യം ഞാൻ അറിയേണ്ട കാര്യമുണ്ടാ. അപ്പം ഇപ്പം ഉത്തരം മുട്ടിയപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഈ പൂർവികന്മാരുടെ മാഹാത്മ്യത്തെ ഇവിടെ കൊണ്ടുവന്ന് ഈ പൂർവികന്മാരുണ്ടാക്കിയ നിയമത്തിലാണോ ഈ പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് പോണത്? അല്ലല്ല. ഇവിടുത്തെ പല കാര്യങ്ങളിലും പല നിയമങ്ങളിലും ഈ പറയുന്ന ആൾക്കാർ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലേ? അപ്പം ഇവിടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇവർ ബാധ്യസ്ഥരല്ലേ? അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ ആൾക്ക്, അതായത് ഒരു വ്യക്തിയെ നമ്മൾ ചോദ്യം ചെയ്യുമ്പം ആ വ്യക്തിക്ക് വേദനയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അവരെ ചോദ്യം ചെയ്യാൻ പോകരുത്. കാരണം അവർ ഇരിക്കുന്ന പൊസിഷനിൽ അവർ അത്രയും പ്രോബ്ലത്തിലാണ്, അവരുടെ ശാരീരിക അവസ്ഥ അത്രയും കഷ്ടതയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ അയാളിരിക്കുന്ന സ്ഥാനം വെച്ചിട്ട് നമ്മൾ അയാളെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മുടെ